അങ്ങനെ മൂന്നാം ലോക മഹായുദ്ധത്തിന് തുല്യമായ മാർച്ച് 27 എമ്പുരാൻ റിലീസ്. പടം കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. 4:30 ഫസ്റ്റ് ഷോയ്ക്കാ പോയത്. സമയം ഇപ്പൊ 7:45 കഴിഞ്ഞു. നാട്ടിലും സെയിം ടൈമിലായിരുന്നു. ഇവിടെ 4:30, നാട്ടിൽ 6 മണിക്ക് ഒരേ സമയത്ത് പടം കഴിഞ്ഞു. ഒരേ റെസ്പോൺസ് കിട്ടാനായിരിക്കും. നല്ല ഹൈപ്പിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് തുടങ്ങി ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ എവിടെയോ ഒരു ലാഗ് വന്ന പോലെ ഒരു ഫീല് എനിക്ക് വന്നു. പക്ഷെ ആ ലാഗിലോട്ട് പടം പോവാണ്ട് പെട്ടെന്ന് തന്നെ സീൻ മാറി. പടത്തിന്റെ സീൻസ്, ലൊക്കേഷൻ, ഷോട്ട് കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. അമ്മാതിരി ഷോട്ടാണ്. ഡ്രോൺ ഷോട്ടൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന പല ഷോട്ടുകളും വന്നിട്ടുണ്ട്. 5 മിനിറ്റിന്റെ ഒരു സീനാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിനകത്ത് ഇന്ത്യ വന്നു, ഫ്രാൻസ് വന്നു, ഇറാഖ് വന്നു, UK വന്നു. ഫൈറ്റ് സീൻസ് ഒക്കെ നല്ല രീതിയിൽ വന്നു. പക്ഷെ ഒരു ഓവർ ഹൈപ്പുള്ള ഫൈറ്റ് സീൻസ് അല്ലെങ്കിൽ അതിന്റെ കൊറിയോഗ്രഫി വന്നോ എന്ന് സംശയമാണ്. ആരും ഇനി കണ്ടവരാണെങ്കിൽ പുറത്ത് പറയാൻ നിൽക്കേണ്ട ആരൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളത്. കാണാത്തൊരു എന്തായാലും പോയി കാണുക. ടോവിനോ, മഞ്ജു വാര്യർ രണ്ടുപേരുടെയും ക്യാരക്ടർ പൊളിയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നിയത്, പേഴ്സണലി തോന്നിയത്, ടോവിനേക്കാളും ഹൈപ്പ് വന്നത് മഞ്ജു വാര്യറിനാണ്. ലൂസിഫർ കംപ്ലീറ്റ് സ്റ്റീഫൻ നെടുമ്പള്ളി ആണെങ്കിൽ എമ്പുരാൻ അതിനകത്ത് പകുതി സ്റ്റീഫൻ നെടുമ്പള്ളി, പകുതി അബ്രാം ഖുറേഷി. ഇനി L3 വരുമ്പോൾ അത് സ്റ്റീഫൻ നെടുമ്പള്ളി കംപ്ലീറ്റ്ലി ഒഴിവായി അബ്രാം ഖുറേഷിയിലോട്ട് മാറുന്ന. ഫസ്റ്റ് ഡേ റിലീസ് ചെയ്ത് കണ്ടവരുടെ അഭിപ്രായം കേട്ട് 2ാം ദിവസം തൊട്ട് പോകാൻ നിൽക്കുന്നവരും ബുക്ക് ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ കണ്ടവരോടൊന്ന് ജസ്റ്റ് അഭിപ്രായം ചോദിക്കുക. എങ്ങനെയുണ്ട്, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ, ഏത് രീതിയിലാണ് പടം, നിങ്ങൾ ഒരു മൂഡിന് ചേരുവോ എന്നുള്ള നിലയിലൊക്കെ മനസ്സിലാക്കുക. മൊത്തത്തിൽ ആ ഒരു ഇത്രയും വലിയൊരു ഹൈപ്പ് കൊടുക്കണമായിരുന്നോ, ഇത്രയും വലിയൊരു ഹൈപ്പിനുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം പോലെ നമുക്ക് മനസ്സിൽ വരാം.